അളവുണ്ട്. അത് നമ്മൾ പാകം ചെയ്യുന്നതിന് അളവുണ്ട്. അത് കൃത്യ അളവുകൾ നല്ല രീതിയിൽ പാകം ചെയ്തില്ലെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പ്രയോജനം ഉണ്ടാവില്ല. അതാണ് പണ്ടുള്ള ആൾക്കാർ. ഈ പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ അവർക്ക് അത്രയ്ക്കും കഴിവുള്ളവരാണ് അവർ ചെയ്യുന്നത്. അല്ലാത്തവർ ഈ പറഞ്ഞാൽ അവരെ ഈ വൈദ്യന്മാരെ തന്നെ പിന്നെ ഇതാവും, ചെന്ന് സമീപിക്കും. അവർക്ക് ഇതിന് നമ്മൾക്ക് ഈ പറഞ്ഞതിനങ്ങനെ എത്ര പിന്നെ വ്രണങ്ങളായിരുന്നാലും കൂടിപ്പോയാൽ 3 മാസം, 3 മാസത്തിനകത്ത് വ്രണങ്ങളൊക്കെ പൊറിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഒരു കുഴപ്പമില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഉള്ളവർക്ക് ഒരു വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം പിന്നെ പൊറിപ്പിക്കാൻ പറ്റാതെ നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് ചിലരുടെ ശരീരത്തിന് പൊറുക്കുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ നാട്ടുമരുന്നുകൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഗുണകരമായിരിക്കും. എനിക്ക് മനസ്സിലായില്ലേ? പക്ഷെ അത് ഈ പറഞ്ഞ കണക്കിന് നമ്മൾ എങ്ങനെയാണോ പാകം ചെയ്തത് ഉപയോഗിക്കാൻ പറയണം, അത് കണക്ക് ഉപയോഗിക്കണം. എങ്കിലേ നിങ്ങൾക്ക് അത് ഗുണമുള്ളൂ, അല്ലെങ്കിൽ ദോഷം ചെയ്യും. അളവാണ് പ്രധാനം. നിങ്ങളെ വ്രണം എത്രയായിരിക്കണം അതനുസരിച്ചുള്ള അളവ് മരുന്നെടുക്കണം. നമ്മൾ പച്ചള മരുന്നെടുക്കണം. അരച്ച് ആ വ്രണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കോയിനിൻ്റെ കട്ടിക്ക് ഇങ്ങനെ പുറത്ത് അപ്പി വെച്ചാൽ മതി, ഇങ്ങനെ പൂശി വെച്ചാൽ മതി. ഒരു കോയിനിൻ്റെ കണം മതി. ഒരുപാട് കണത്തിൽ വെക്കേണ്ട കാര്യമില്ല. ഒരു കോയിനിൻ്റെ കണം. അത് ആ വ്രണത്തിൻ്റെ പിന്നെ വീതി എത്രയാണോ അതനുസരിച്ച് നമുക്ക് ഈ മരുന്ന് വയ്ക്കണം. അത് അരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മഷി കണക്ക് അരയ്ക്കണം.